നമ്മൾ ന്യൂസ് ട്രെൻഡ്സ് ആരംഭിച്ചത് കഴിഞ്ഞ ദിവസത്തെ വാർത്തയുടെ തുടർച്ചയിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം. ആ ആക്രമണത്തിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രത്യേകം FIR മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. DGP രവാദ ചന്ദ്രശേഖർ, ഇന്റലിജൻസ് ADGP P. വിജയൻ, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രൻ തുടങ്ങിയവർ കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഉന്നതതല യോഗങ്ങളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, എന്താണ് വിവരങ്ങൾ? ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി രവാദ ചന്ദ്രശേഖർ, ഇന്റലിജൻസ് മേധാവി P. വിജയൻ, ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് കണ്ടെത്തിയിട്ടുള്ള വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച നീണ്ടേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. കാരണം മ്യൂസിയം പോലീസിന്റെ ലിമിറ്റിലാണ്, പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരുന്നു ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട് ഉണ്ടായിരുന്നത്. അവിടെ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധക്കാർ കൂട്ടമായി എത്തുന്നത് അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല. രാവിലെ മുതൽ തന്നെ ആളുകൾ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയെന്ന് ഒരു 11:30യോടെയാണ് ഇതൊരു പ്രകോപനത്തിന്റെ ശൈലിയിലേക്ക് മുദ്രാവാക്യം വിളികൾ മാറുകയും അകത്തേക്ക് കുപ്പികളും അതോടൊപ്പം ചെരുപ്പുകളും വലിച്ചെറിയുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീളുകയും ചെയ്യുന്നത്. അപ്പോൾ മുതൽ തന്നെ കൂടുതൽ ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ മതിയായ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പുറത്തേക്ക് വരാൻ അവസരമൊരുക്കാൻ പാടുള്ളായിരുന്നു. അതിൽ ഔദ്യോഗികമായി EDയുടെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് ലഭിക്കാനായി പോലീസ് കാത്തു നിൽക്കേണ്ടതില്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പോലീസിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്തം തന്നെയായിരുന്നു എന്ന വിലയിരുത്തലാണ് ED ഉള്ളത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു പ്രതിഷേധ സമാനമായ അല്ലെങ്കിൽ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്രവർത്തകരെ, മുതിർന്ന നേതാക്കളെ ഇടപെടിച്ച് ശാന്തമാക്കുന്ന സ്വാഭാവികമായ ശൈലിയാണ് പോലീസ് സാധാരണയായി സ്വീകരിക്കാറ്. അങ്ങനെയൊരു ശൈലി സ്വീകരിക്കാതെ നേരെ ഈ 3 വാഹനങ്ങളും CRPF ഉദ്യോഗസ്ഥരുടെ അകമ്പടി ഉണ്ടായിരുന്നിട്ട് കൂടി ഈ 3 വാഹനങ്ങളും പുറത്തേക്ക് ഇറക്കുകയും തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകർക്കിടയിലൂടെ പ്രതിഷേധക്കാർ വാഹനങ്ങൾക്കരികിലെത്തി അതിനെ തല്ലിത്തകർക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ രണ്ടാമത് ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആ FIRൽ വ്യക്തമാക്കുന്നത് ബോധപൂർവമാണ് സംഘടിച്ചെത്തിയത്. അതിനുശേഷം തുടർച്ചയായി ഈ വാഹനങ്ങളെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ആക്രമണ സംഭവങ്ങൾക്കിടയിൽ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസിനെ ആക്രമിച്ചതിൽ ഉൾപ്പെടെ ഉള്ള വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടാമത് ഒരു FIR കൂടി മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ 2 FIRകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ ഒന്നിൽ ED ഉദ്യോഗസ്ഥർക്ക് പുറമെ CRPF ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും പരാതിക്കാരാണ്. രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസിനെ ആക്രമിച്ചവരെ ഉൾപ്പെടുത്തി അവർക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ FIR. അതിനിടയിലാണ് അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ട അമൽ എന്ന വ്യക്തിയെ കോട്ടയത്ത് നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വൈകാതെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് വിവരം. 2 മണിക്ക് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായതിന് പിന്നാലെ രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് മുങ്ങിയതാണ് അമൽ കോട്ടയത്തെത്തിയെന്ന വിവരത്തെ തുടർന്ന് അവിടെ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതോടെ ഇതിനോടകം അറസ്റ്റിലായവരുടെ എണ്ണം 8 പേരായി മാറിയിരിക്കുകയാണ്. യെസ്, അങ്ങനെ അറസ്റ്റ് തുടരുകയാണ്. കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സംഭവം നടക്കുമ്പോൾ നിരവധി ക്യാമറകൾ, ടെലിവിഷൻ ചാനലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പലരുടെയും ക്യാമറകളിൽ നിരവധിയായ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികളിലേക്കും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ വളരെ വ്യക്തമാണ്. അതായത് എങ്ങനെയാണ് പോലീസിന്റെ വലയം ഭേദിച്ച് ഈ വാഹനത്തിലേക്ക് ഓടിയെടുത്തത്, ഇഷ്ടിക കൊണ്ട് എങ്ങനെ വാഹനം അടിച്ചു, കൈകൊണ്ട് എങ്ങനെ അടിച്ചു, അങ്ങനെ ഹെൽമറ്റ് അടക്കം ഒക്കെ ഉപയോഗിച്ച് ഒരുപക്ഷെ നമുക്കറിയാം, ഈ പോലീസുകാർ ഹെൽമറ്റും ഈ പ്രതിരോധ സംവിധാനവും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്കും മാരകമായ പരിക്കുണ്ടായേനെ. ആ തരത്തിലാണ് ആക്രോശിച്ച് എത്തി വാഹനങ്ങൾ തകർക്കുന്നത്. അങ്ങനെ ദൃശ്യങ്ങൾ കൂടുതലായി ഇപ്പോൾ പുറത്തുകൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം പ്രതികളിലേക്ക് അനായാസം പോലീസ് സംഘത്തിന് എത്തിപ്പെടാനും സാധിക്കും.
വി.ഡി. സതീശൻ സർക്കാർ ചുമതലയേറ്റിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടെയാണ് SFIയുടെ വലിയ സമരം. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിഷേധങ്ങൾ. ഇതിനിടെ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.